കേരളത്തിലെ 13 ജില്ലകൾ, ഒരുപക്ഷെ ആലപ്പുഴ ഒഴിച്ചുള്ള ജില്ലകളെല്ലാം വനാതിർത്തിയുമായി പങ്കിടുന്ന ജില്ലകളാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ വയനാട്, ഇടുക്കി മുതലായ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ വസിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം വനവുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ സാധാരണക്കാരനായ കൃഷി ചെയ്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് സാധാരണയായി സഹിക്കേണ്ടി വരുന്നു. അതിൽ വെച്ച് ധാരാളം മനുഷ്യർ മരണപ്പെടുന്നു, ശാരീരികമായി അവർക്ക് അപകടം സംഭവിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ കൃഷിക്ക് ധാരാളം നാശം സംഭവിക്കുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരം? സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഈ കാര്യത്തിന് വളരെ നാളുകളായിട്ടും ജനങ്ങൾ ധാരാളം നിവേദനങ്ങൾ സമർപ്പിക്കുകയും സമരങ്ങൾ ഉണ്ടാക്കുകയും ഒന്നും ചെയ്തിട്ടും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. ജനങ്ങൾ ഇപ്പോഴും ഈ ഭീതിയിലും കഷ്ടതയിലും കഴിഞ്ഞു വരുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മളുടെ വന്യജീവി സംരക്ഷണ നിയമം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം പ്രസക്തമാകും. നമുക്കറിയാം, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന മൃഗങ്ങളുടെ ശല്യത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉണ്ടാകുക. അതിനെന്താണ് കാരണം? മൃഗങ്ങൾ പെരുകുന്നു. മൃഗങ്ങൾക്ക് വസിക്കാനുള്ള, മൃഗങ്ങളുടെ എണ്ണം അനുസരിച്ച് അതിന് വഹിക്കാനുള്ള വിസ്തൃതിയുള്ള വനപ്രദേശമില്ല. ഇപ്പോൾ കുട്ടമ്പുഴ പോലെയുള്ള സ്ഥലമാണെങ്കിൽ ആകെ കുറച്ച് ചതുരശ്ര കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ആ ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ വഹിക്കാവുന്നതിൽ കൂടുതൽ കാട്ടാനകളുണ്ട്. അപ്പോൾ അത് നാച്ചുറലായിട്ട് മനുഷ്യർ താമസിക്കുന്ന വസ്തുക്കളിലേക്ക് പ്രവേശിക്കുകയും അവിടെ നാശമോശമുണ്ടാക്കുകയും മനുഷ്യജീവന് അപകടം വരുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇതിനെയൊന്നും വേട്ടയാടാനോ ഇതിൻ്റെ എണ്ണത്തെ ക്രമീകരിക്കുന്നതിനോ ഒന്നും ഒരു പദ്ധതിയും സർക്കാർ രൂപീകരിക്കുന്നില്ല. അനിയന്ത്രിതമായി ആനകൾ പെറ്റുപെരുകുന്നു, അതുപോലെയുള്ള പന്നികളാണെങ്കിൽ അതുപോലെ പെറ്റുപെരുകുന്നു, കാട്ടുപോത്ത് പെറ്റുപെരുകുന്നു. ഇതിനെയൊക്കെ സംരക്ഷിക്കുക, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് സംരക്ഷിക്കുക എന്നൊരു ജോലി മാത്രമേ ഗവൺമെൻറ് അല്ലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ അർത്ഥം അതിൻ്റെ എണ്ണത്തെ ക്രമീകരിക്കുന്നതിനോ അതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനോ അത് കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനോ അഥവാ അങ്ങനെ ഇറങ്ങാതി നാട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള വേലി, കിടങ്ങ് മുതലായ കുഴിക്കുന്നതിനോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും സ്വീകരിക്കില്ലാത്തതുകൊണ്ടും അവരുടെ കുറ്റകരമായ അനാസ്ഥ കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒരു സത്യം തന്നെ. അപ്പോൾ ഈ അപകടങ്ങളിൽ നിന്ന് മനുഷ്യജീവൻ മനുഷ്യൻ്റെ കൃഷിക്ക് നാശം ഉണ്ടായാൽ എന്ത് ചെയ്യാനൊക്കും? മനുഷ്യജീവൻ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കും? നമ്മുടെ നിയമത്തിൽ തന്നെ അതിന് വകുപ്പുകളുണ്ട്. നമ്മുടെ കൃഷി ദേഹണങ്ങൾ പന്നി വന്ന് നശിപ്പിക്കുന്നു, കാട്ടാന വന്ന് നശിപ്പിക്കുന്നു, ഭീമമായ നഷ്ടമുണ്ടാകും. എങ്ങനെ ഈ നഷ്ടം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? നമുക്കറിയാം, ഗവൺമെൻറ്റിനെ സമീപിച്ചാൽ, നിവേദനവുമായിട്ട് സമീപിച്ചാൽ ഈ സംബന്ധിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു അന്വേഷണം നടത്തുന്നു. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടത്തും. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ ആയിട്ട് പോയി അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുമൊക്കെ പോയി പിന്നീട് ഒരു സമയമാകുമ്പം 10,000 രൂപ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ 100 രൂപ നഷ്ടം അനുവദിക്കും. അത് വാങ്ങുന്നതിന് ഒരു പില്ലർ ടു പോസ്റ്റ് എന്ന് പറയുന്ന ധാരാളം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി യാചിക്കേണ്ട ഒരവസ്ഥ വരെയാണ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. കടം മേടിച്ച് പിന്നെ സ്വന്തം ഭാര്യയുടെ ആഭരണങ്ങൾ കെട്ടുതാലി വരെ പണയം വെച്ച് ലോൺ എടുത്തും മറ്റുമൊക്കെ കൃഷി ചെയ്യുകയും ആദായമെടുക്കുന്ന സമയമാകുമ്പോൾ ഇത് മുഴുവൻ കാട്ടാനയും കാട്ടുപന്നിയും മൃഗങ്ങളും വന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസരത്തിൽ ഇതിനൊരു നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കയറി ഇറങ്ങി അവസാനം തുച്ഛമായ ഒരു നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം ആ കർഷകൻ്റെ കണ്ണീരാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ നിയമത്തിൽ ഒരു പരിഹാരമുണ്ട്. അതായത് വന്യമൃഗങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ
ഉത്തരവാദിത്വത്തിൽപ്പെട്ട അവരാണ് അതിനെ സംരക്ഷിക്കേണ്ടതും അതിൽ നിന്ന് മറ്റു മനുഷ്യന് അപായമുണ്ടാകേണ്ട അത് നോക്കേണ്ടതും അവരുടെ ജോലിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലൊരു പട്ടിയെ വളർത്തുക. പട്ടി കടിക്കുന്ന ഒരു ജീവിയാണ്, ഒരു മൃഗമാണ്. മറ്റ് സാധാരണ ജനങ്ങൾക്ക് ഈ നമ്മൾ വളർത്തുന്ന പട്ടിയാണെങ്കിൽ പോലും അതിൽ നിന്ന് അപകടമുണ്ടാകുകയോ അതിൽ നിന്ന് കടിയേക്കാതിരിക്കുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആ പട്ടിയെ വളർത്തുന്നയാൾക്കാണ്. പട്ടി ചങ്ങലയിൽ നിന്ന് മോചിതനായിപ്പോയി അബദ്ധവശാലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ വഴിയെ പോയി ആരെങ്കിലും കടിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പട്ടിയുടെ ഉടമസ്ഥനാണ്. അതിന് പ്രത്യേകമായി അയാളുടെ നിരുത്തരവാദിത്വപരമായ പ്രവൃത്തി കൊണ്ടാണ് പട്ടിയെ ഇങ്ങനെ തന്നെ കടിക്കാനിടയാതെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽ എന്ന് പറയുന്നത് ഒരു ഫെറോഷ്യസ് ആനിമൽ, അതിൻ്റെ കസ്റ്റോഡിയൻ, അതിൻ്റെ ഉടമസ്ഥർ അല്ലെ അതിനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ അതിനെ വേണ്ട രീതിയിൽ മനുഷ്യന് അപകടമുണ്ടാക്കാത്ത രീതിയിൽ സൂക്ഷിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നാട്ടിലിറങ്ങി നമ്മുടെ കൃഷിസ്ഥലത്ത് അല്ലെ നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് വന്ന് കൃഷികൾക്ക് നാശമോശം ഉണ്ടാക്കിയാൽ അതിൻ്റെ പൂർണ്ണ നഷ്ടം തരേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, സർക്കാരിനുണ്ട്. നമ്മുടെ കേരള ഹൈക്കോടതി നിങ്ങളൊക്കെ കേൾക്കാറുണ്ട്, കമാൽ പാഷ എന്ന് പറയുന്ന ഒരു ജഡ്ജിയുണ്ട്. നിങ്ങൾ പലപ്പോഴും നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട്. കമാൽ പാഷ ജഡ്ജിയുടെ 2017 ഒരു വിധിയുണ്ട്. 2017 KSC 883 എന്ന് പറയുന്ന നിയമ ഗ്രന്ഥത്തിൽ ആ വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കർഷകൻ്റെ തെങ്ങ്, കമുക മുതലായ ധാരാളം കൃഷിദേഹങ്ങൾ ആന വന്ന് നശിപ്പിച്ചു. അതിന് നഷ്ടപരിഹാരം ചോദിച്ചിട്ട് ഗവൺമെൻറ് ചെയ്ത് തുലവും ഒരു തുച്ഛ നഷ്ടപരിഹാരം മാത്രമേ നൽകാൻ നോക്കത്തുള്ളൂ. അതിനെതിരെ സിവിൽ കോടതിയെ സമീപിക്കുകയും സിവിൽ കോടതി ഭീമമായ ഒരു തുക നഷ്ടപരിഹാരമായി വിധിക്കുകയും ചെയ്തു. ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ജില്ലാ കോടതിയിൽ അപ്പീൽ ബോധിപ്പിച്ചു. ജില്ലാ കോടതി കീഴ്ക്കോടതി വിധി ശരിവെച്ചു. തുടർന്ന് കേരള ഹൈക്കോടതി മുമ്പാകെ ഈ ജസ്റ്റിസ് കമാൽ പാഷ എന്ന് പറഞ്ഞ ജഡ്ജിയുടെ മുമ്പിൽ വന്നപ്പം അതേക്കുറിച്ച് സവിസ്തരം ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ആ വിധിയുടെ അടിസ്ഥാനം സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ആ വിധി പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഏതെങ്കിലും വന്യമൃഗങ്ങൾ നമ്മളുടെ കൃഷിസ്ഥലത്ത് വരികയും നമ്മുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വന്യമൃഗത്തിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പൂർണ്ണ നഷ്ടം നികത്തി തരുന്നതിനും കോമ്പൻസേഷൻ തരുന്നതിനും ബാധ്യതയുണ്ട്. പക്ഷേ കുറേ നാളുകൾക്ക്, അതായത് ഈ കേരള കോർട്ട് ഫീസ് ആക്ട് ഒന്ന് ഈയിടെ അമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നഷ്ടപരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് കോർട്ട് ഫീ കെട്ടേണ്ട ഒരവസ്ഥ. നമ്മുടെ കേരളത്തിൽ കോർട്ട് ഫീ ഭീമമായ കോർട്ട് ഫീ ആണ് ഈടാക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10% കോർട്ട് ഫീയും 1% ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് എന്ന് പറയുമ്പം 1 ലക്ഷം രൂപയ്ക്ക് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 11,000 രൂപ കോർട്ട് ഫീ കൊടുക്കേണ്ടി വരും. അതിൽ കേസ് കൊടുക്കുന്ന സമയത്ത് മിനിമം 10-1 കെട്ടിവെക്കണം. പിന്നീട് കേസ് മുമ്പോട്ട് നടക്കുമ്പോൾ ബാക്കിയുള്ളതും കെട്ടിവെക്കണം. അപ്പോൾ അത് താങ്ങാവുന്നതിലധികമാണ്. സാധാരണക്കാർ ഈ പറയുന്ന പോലെ കൃഷിയെല്ലാം നശിച്ചുപോയി പണയം വെച്ചതാ ബാങ്കുകാർ എപ്പതിയായിട്ട് വേണം. അപ്പോൾ ഇനിയും അഡീഷണൽ ആയിട്ട് കോർട്ട് ഫീയും വക്കീൽ ഫീസും കൊടുത്ത് ഈ നഷ്ടം ഈടാക്കാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാരിച്ച ചിലവാണ്. തന്നെയല്ല, ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട്, ഇത്തരത്തിലുള്ള കേസ് കൊടുത്താൽ എന്ത് വിധിയാകാനാണ്, ഇതിനെതിരെ അപ്പീലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ് എന്ന ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് പലരും അതിൽ നിന്ന് പുറകോട്ട് പോയി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ കോർട്ട് ഫീസ് ആക്ട് അനുസരിച്ച് ഇത്തരത്തിലുള്ള കേസുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് കുറച്ച് വളരെ 2%, 3% ഒക്കെ ഉള്ളൂ കോർട്ട് ഫീ. അത് കൊടുത്താൽ ഇത്തരത്തിലുള്ള കേസ് കൊടുക്കുന്നതിന് സാധിക്കും. നമുക്കറിയാം ഈ MACT പോലുള്ള വാഹനാപകട കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി വക്കീലന്മാരങ്ങനെയുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട്, അവരെയൊക്കെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ഈ അങ്ങനെ ഉള്ള നഷ്ടം നമുക്ക് ഈടാക്കാൻ സാധിക്കും. ഇനി കൃഷിയുടെ നഷ്ടമല്ല, മനുഷ്യജീവൻ അപകടം വരുന്നതിന് എങ്ങനെ നമുക്ക് ചെറുക്കാൻ ഒക്കുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ 11(2) വകുപ്പിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, മനുഷ്യജീവൻ അപകടമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ സ്വയരക്ഷാർത്ഥം ഷെഡ്യൂൾ 1-ലും ഷെഡ്യൂൾ 2-ലും ഒക്കെ പെട്ട വന്യമൃഗങ്ങളെ കൊന്നാണെങ്കിലും സ്വയരക്ഷാർത്ഥം നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനോ വധിക്കുന്നതിനോ ഒക്കെയുള്ള നിയമപ്രകാരമുള്ള അവകാശമുണ്ട്.
പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഒക്കുന്നില്ല? അന്നേരം നമ്മൾ ആലോചിക്കേണ്ടത്, പഴയ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിലുള്ള മനുഷ്യർ, അതായത് ആദിവാസികൾ, വനത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ എങ്ങനെയാണ് ഈ കാട്ട് മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവർ അന്നേരം ഇതിനെ ചെറുക്കുന്നതിനായ ആവശ്യമായ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായി. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് അത്തരത്തിലുള്ള മൃഗങ്ങളെ കൊന്നൊടുക്കാൻ ശേഷിയുള്ളവരായിരുന്നു അന്നുള്ള മനുഷ്യർ. ഇന്നിപ്പോൾ നമുക്കറിയാം, വളരെ അപൂർവം മനുഷ്യർക്ക് മാത്രമേ തോക്കിന് ലൈസൻസ് ഉള്ളൂ. തോക്കിനിപ്പോൾ ലൈസൻസ് കൊടുക്കുന്നില്ല. സ്വയരക്ഷാർത്ഥം അല്ലെ കൃഷി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കാലത്ത് ധാരാളമായി തോക്കുകൾക്ക് ലൈസൻസ് കൊടുത്തിരുന്നു. ഇപ്പോഴും ലൈസൻസ് അപേക്ഷിക്കുന്നത് വെച്ചാൽ ലൈസൻസിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ലൈസൻസ് കൊടുക്കണമെന്ന്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഇപ്പോൾ ലൈസൻസ് കൊടുക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, വനത്തോട് ചേർന്ന് കിടക്കുന്നത് വന്യമൃഗങ്ങളാൽ എപ്പോഴും ആക്രമിക്കപ്പെടാനും ജീവഹാനി വരാനും സാധ്യതയുള്ള ഒരവസ്ഥയിൽ അവർക്ക് സ്വയരക്ഷാർത്ഥം തോക്കിന് ലൈസൻസ് കൊടുക്കേണ്ടതല്ലേ? അവരെ ഈ തോക്ക് ഉപയോഗിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടുകയാണെങ്കിൽ, അല്ലെ വനത്തിൽ പോയി വേട്ടയാടുകയാണെങ്കിൽ, അങ്ങനെ സ്വയരക്ഷാർത്ഥമല്ലാതെ മൃഗങ്ങളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് ഈ രാജ്യത്തെ നിയമമുണ്ടല്ലോ, ആ നിയമപ്രകാരം അവർ പേര് കേസെടുക്കണം. തമിഴ്നാട്ടിലുള്ള എൻ്റെ കുറേ പരിചയക്കാരായ കക്ഷികളുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു, കാട്ടുപന്നിയുടെ ശല്യം ഒരു സമയത്ത് വളരെ കൂടുതലായിരുന്നു. പക്ഷേ ജനങ്ങളെല്ലാവരും കൂടെ സംഘടിച്ചു. അവർ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടായിട്ട് വെടിവെക്കാൻ വേണ്ടി ഫോറസ്റ്റുകാരുടെ പുറകെ നടക്കുന്നതിന് പകരം അവർ ചെയ്തൊരു കാര്യം, അവർ പറഞ്ഞു, പന്നിയെ കൊല്ലാൻ ആവശ്യമായ വിഷം എല്ലാവരും ഈ നമ്മുടെ വീടിൻ്റെ ചുറ്റും പരിസരത്തും അവരുടെ കൃഷിസ്ഥലത്തുമൊക്കെ കൊണ്ടുവച്ച് വിഷം തളിച്ചിട്ടുണ്ടെന്നൊക്കെ എഴുതി വെച്ചു. പന്നി വന്ന് വിഷം തിന്നു ഒത്തിരി പന്നികളും പന്നിയുടെ കുഞ്ഞുങ്ങളും ഒക്കെ ചത്തു. അപ്പം അങ്ങനെ സ്വയം അവരൊരു മാർഗം കാണുകയാണ്. എന്നുകൊണ്ട് നമ്മൾ ഈ തരത്തിൽ വിഷം കലക്കി വെച്ച് മൃഗങ്ങളെ കൊല്ലണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യജീവന് അപകടം വരുന്ന ഒരു ആപത്തുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ ചെറുക്കുന്നതിന് നമുക്ക് അവകാശമില്ലേ? അത് ചെയ്യാതെ പറ്റുമോ? നമ്മൾ ഓരോ തവണയും ഓരോ മനുഷ്യൻ മരിക്കുമ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ചെന്ന് ബഹളം ഉണ്ടാക്കുകയും സമരം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല. വേലി അടുത്ത തവണ സോളാർ വേലി കെട്ടാം, കിടങ്ങൊഴിക്കാമെന്ന് പറഞ്ഞു പോകും. പിറ്റേ ദിവസവും ഇതുപോലെ മരണം സംഭവിക്കും. അപ്പോൾ അതിന് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ, സ്വന്തം കൃഷിസ്ഥലത്ത് മനുഷ്യജീവന് അപകടം വരുന്ന രീതിയിൽ ഏതെങ്കിലും മൃഗങ്ങൾ വരികയാണെങ്കിൽ അതിനെ ചെറുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ സ്ഥാപിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ വീട്ടിൽ വന്ന് ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മളെന്നായിരുന്നു? നമ്മൾ സ്വയരക്ഷാർത്ഥം ഉള്ള നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നടപ്പിലാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ശരീരത്തിന് ഒരു സിമ്പിൾ ഹർട്ട്, ചെറിയ ഒരു ഹർട്ടുണ്ടാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വയരക്ഷാർത്ഥം ആ ഹർട്ടുണ്ടാക്കാൻ വരുന്ന ആളുടെ മേൽ ഗ്രീവസ് കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചാണെങ്കിൽ പോലും നമുക്ക് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്വയരക്ഷയുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കഠിന ദേഹോപദ്രവം ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ കൊലപ്പെടുത്തിയാണെങ്കിലും ആ കഠിന ദേഹോപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജീവൻ അപകടമാണ് എന്ന് തോന്നിയാൽ ആ മനുഷ്യനെ കൊലപ്പെടുത്തിയാണെങ്കിൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവകാശം. അപ്പം മൃഗങ്ങളുടെ കാര്യത്തിൽ അതുണ്ടെന്നുള്ളത് സുവ്യക്തം തന്നെയുമല്ല, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പോലും അതിന് നമുക്ക് അവകാശം തരുന്നുണ്ട്. ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വളരെ കഷ്ടമായിട്ടുള്ള വകുപ്പുകളായി 11(1), അതായത് ഷെഡ്യൂൾ 1ൽപ്പെട്ട ഏതെങ്കിലും മൃഗങ്ങൾ മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുക. ഷെഡ്യൂൾ 1 കാട്ടുപോത്ത്, ആന, കടുവ ഒക്കെ വരും അതിനകത്ത്. അങ്ങനെ ഉണ്ടായാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇതിനെ ഹൻഡ് ചെയ്യുന്നതിന്, വേട്ടയാടുന്നതിന് ഉള്ള അനുവാദം കൊടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. പക്ഷേ അന്നേരം ഒരു ക്ലോസുണ്ട്. അതിനെ ബന്ധവസിലാക്കുന്നതിന്, അല്ലെങ്കിൽ അതിനെ മയക്കി എടുക്കുന്നതിന്, അല്ലെങ്കിൽ അതിനെ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ കൊല്ലാൻ പാടില്ല, അതിനെ വേട്ടയാടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ആനയാണ്, അതിനെ ട്രാങ്കുലൈസ് ചെയ്യാൻ സാധിക്കുമല്ലോ, മൈക്കോടി വെച്ചാൽ മതി. അതിനെ പിടിച്ച് കുഴി ഉപയോഗിച്ച് നമുക്ക് വേണേൽ പിടിക്കാമല്ലോ, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലൊക്കേറ്റ്. അപ്പം അങ്ങനെ ഒരു ക്ലോസ് ഉള്ളിടത്തോളം കാലം ഈ മൃഗങ്ങളെ വേട്ടയാടാൻ വൈൽഡ് ലൈഫ് പറയാൻ ഒക്കില്ല.
ഇതൊന്നും നടക്കുകയില്ല. ഇതിനെ പിടിക്കാനും പറ്റുകയില്ല, ട്രാങ്കുലൈസ് ചെയ്യാനും പറ്റില്ല, റീലൊക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. മനുഷ്യജീവൻ അപകടമാണ്. അല്ലെ ഈ ജീവിക്ക് തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഡിസീസ്ഡ് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അതിനെ പിടിക്കാം. ഇനി അങ്ങനെ ഒരു മൃഗത്തെ പിടിച്ചാൽ അതിനെ ക്യാപ്റ്റീവായി സൂക്ഷിക്കുന്നതിന് അവർക്ക് അവകാശമില്ല. കൂട്ടുകാരെന്നേക്കുമായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞില്ല. അതിനെ ലൊക്കേറ്റ് ചെയ്യണം, റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ അത് പ്രായോഗികമായിട്ട് ഒരിക്കലും നടക്കാത്ത ഒരു രീതിയാണ്. ഇനി ഓട്ടെ, ഷെഡ്യൂൾ 2 ആൻഡ് 3യിൽപ്പെട്ട കാട്ടുപന്നിയുള്ള മൃഗങ്ങളെ പോലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വേണമെന്നുണ്ടെങ്കിൽ കാട്ടുപന്നി കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും അതിനെ വളർച്ച നിരോധിക്കുന്നതിന് ആവശ്യമായി കൊല്ലാനും ഹന്റ് ചെയ്യാനും ഒക്കെയുള്ള അനുവാദം കൊടുക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്റ്റാണ് ഈ പറയുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഈ പന്നിയൊക്കെ വെടിവെക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ശരിയല്ലല്ലോ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യ ഒട്ടാകെ ബാധകമായ നിയമമാണെങ്കിൽ കൂടി ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ആളെ നിയമിച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ശമ്പളം വരെ കൊടുക്കുന്നത്. ആ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ അവകാശമില്ലേ? ഇത്തരത്തിലെ പന്നിക്കൂട്ടങ്ങൾ കൃഷി നശിപ്പിക്കുന്നത്, അതിന് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുക, അതിനെ കൊല്ലാനുള്ള അനുവാദം കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ രക്ഷ നേടാൻ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമ്മൾക്ക് തന്നെ അതിനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് നമ്മളെങ്ങനെ പ്രയോഗിക്കുന്നു, നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1977 കാലഘട്ടത്തിൽ കുട്ടമ്പുഴ ഏറിയയിൽ അന്ന് കുട്ടമ്പുഴ കൂടുതൽ സ്ഥലവും ഈ കല്ലേലുമേട്, പൂയംകുട്ടി മുതലായ വനപ്രദേശങ്ങളുടെ തൊട്ടു ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. മനുഷ്യർ കുറവും മൃഗങ്ങൾ കൂടുതലുമാണ്. എന്നാൽ അന്ന് അവിടെ കുടിയേറി പാർത്ത ജനങ്ങൾക്ക് ഈ ആനയെ കൊണ്ടൊരു കൃഷിയൊന്നും ചെയ്യാൻ മേലാത്തൊരു അവസ്ഥ. അവരെന്ത് ചെയ്തു? ഉപ്പുചാക്കനകത്ത് കുറേ വിഷം കൊണ്ടുവച്ചു. നിർഭാഗ്യം എന്ന് വെച്ചിട്ട് ആനക്കുഞ്ഞുങ്ങളും ഒക്കെ ഒത്തിരി കണ്ടും ഇല്ലാതെയായി. പക്ഷേ അവർ പറയുന്നത് അങ്ങനെ ജനങ്ങൾ ഒത്തുകൂടി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് പിന്നീട് ആനശല്യം കുറയുകയും അവിടെ ധാരാളം കൃഷി ചെയ്യാൻ മനുഷ്യന് സാധിച്ചു എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന അങ്ങനെ മൃഗങ്ങളെ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുകയോ പിന്നെ കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് തികച്ചും കുറ്റകരമാണെന്ന് പാടില്ല എന്നുള്ളതും ശരിയാണ്. നമ്മുടെ നിയമം പറയുന്നത് ഒരു മൃഗത്തെ വേട്ടയാടുന്ന ഹന്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്ത്, അതായത് വധം വധിച്ചത് മാത്രമല്ല വധോദ്യമവും മതത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ഒരു മനുഷ്യനെ കൊന്നാലുണ്ടാകാവുന്ന ശിക്ഷയേക്കാൾ കുറവാണ് വധോദ്യമം. എന്നാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് കൊല്ലുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഒരേ തരത്തിലുള്ള കുറ്റമാണ്. ഒരു കുരങ്ങ് നമ്മളെ എന്നെ കല്ലെടുത്തെറിയുക കുറ്റകരമായി കഴിഞ്ഞു. 5 വർഷം മുതൽ 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റകരമാണ്. എന്തിനാ? ഒരു ഓന്ത് കാമലിയോൾ അതിനെ നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞു, 3 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് തീർച്ചയായിട്ടും ഇത് കുറ്റകരമാണെങ്കിൽ കൂടി ആ നിയമത്തിലുണ്ടല്ലോ നമുക്ക് സ്വയരക്ഷാർത്ഥം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, മൃഗങ്ങളെ അകറ്റി നിർത്താൻ എന്ത് സാധിക്കും. സ്ഥിരമായി ഒരു വീട്ടിൽ വന്ന് മതിലിടിക്കുക, മനുഷ്യനെ ഓടി രക്ഷപ്പെടുക. അപ്പോൾ അതിനെ രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് അവകാശമുണ്ടല്ലോ, അത് പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാലേ തീർത്തുള്ളൂ. സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ മനുഷ്യജീവന് അപകടം പറ്റിയാൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക്. ഇപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്ത് 15 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മനുഷ്യജീവൻ രക്ഷപ്പെടുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നഷ്ടം ഉണ്ടായാൽ അതിനും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ ഇതിനെതിരെ ബോധവാന്മാരാകുക, അവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക, അവരുടെ അവകാശങ്ങൾ സ്വയം നേടിയെടുക്കുന്നതിന് സ്വയമായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവനോൻ ചിന്തിക്കുക. അവനവനെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനോൻ തന്നെ ഓരോ പ്രവൃത്തി ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ ഒരു പരിഹാരമുണ്ടാവും. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പരിഹാരം നോക്കി നിന്നാൽ ഇതിന് ഉടനടിയും പരിഹാരം ഉണ്ടാവും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. കൊല്ലാൻ ആവശ്യമായ വിഷം എല്ലാവരും നമ്മുടെ വീടിൻ്റെ ചുറ്റും
പരിസരത്തോ അവരുടെ കൃഷിസ്ഥലത്തും ഒക്കെ കൊണ്ടുവച്ച് വിഷം തളിച്ചിട്ടുണ്ടെന്നൊക്കെ എഴുതി വെച്ചു. പന്നി വന്ന് വിഷം തിന്നു ഒത്തിരി പന്നികളും പന്നിയുടെ കുഞ്ഞുങ്ങളും ഒക്കെ ചത്തു. അപ്പം അങ്ങനെ സ്വയം അവരൊരു മാർഗം കാണുകയാണ്. എന്നുകൊണ്ട് നമ്മൾ ഈ തരത്തിൽ വിഷം കലക്കി വെച്ച് മൃഗങ്ങളെ കൊല്ലണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യജീവന് അപകടം വരുന്ന ഒരു ആപത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ ചെറുക്കുന്നതിന് നമുക്ക് അവകാശമില്ലേ? അത് ചെയ്യാതെ പറ്റുമോ? നമ്മൾ ഓരോ തവണയും ഓരോ മനുഷ്യൻ മരിക്കുമ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ചെന്ന് ബഹളം ഉണ്ടാക്കുകയും സമരം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല. വേലി അടുത്ത തവണ സോളാർ വേലി കെട്ടാം, കിടങ്ങൊഴിക്കാമെന്ന് പറഞ്ഞു പോകും. പിറ്റേ ദിവസവും ഇതുപോലെ മരണം സംഭവിക്കും. അപ്പോൾ അതിന് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ സ്വന്തം കൃഷിസ്ഥലത്ത് മനുഷ്യജീവൻ അപകടം വരുന്ന രീതിയിൽ ഏതെങ്കിലും മൃഗങ്ങൾ വരികയാണെങ്കിൽ അതിനെ ചെറുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ സ്ഥാപിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ വീട്ടിൽ വന്ന് ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മളെന്നായിരുന്നു? നമ്മൾ സ്വയരക്ഷാർത്ഥം ഉള്ള നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നടപ്പിലാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ശരീരത്തിന് ഒരു സിമ്പിൾ ഹർട്ട്, ചെറിയ ഒരു ഹർട്ടുണ്ടാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വയരക്ഷാർത്ഥം ആ ഹർട്ടുണ്ടാക്കാൻ വരുന്ന ആളുടെ മേൽ ഗ്രീവസ് കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചാണെങ്കിൽ പോലും നമുക്ക് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്വയരക്ഷയുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കഠിന ദേഹോപദ്രവം ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ കൊലപ്പെടുത്തിയാണെങ്കിലും ആ കഠിന ദേഹോപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവൻ അപകടമാണ് എന്ന് തോന്നിയാൽ ആ മനുഷ്യനെ കൊലപ്പെടുത്തിയാണെങ്കിൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവകാശം. അപ്പം മൃഗങ്ങളുടെ കാര്യത്തിൽ അതുണ്ടെന്നുള്ളത് സുവ്യക്തം തന്നെയുമല്ല, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പോലും അതിന് നമുക്ക് അവകാശം തരുന്നുണ്ട്. ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വളരെ കഷ്ടമായിട്ടുള്ള വകുപ്പുകളായി 11(1), അതായത് ഷെഡ്യൂൾ 1ൽപ്പെട്ട ഏതെങ്കിലും മൃഗങ്ങൾ മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുക. ഷെഡ്യൂൾ 1 കാട്ടുപോത്ത്, ആന, കടുവ ഒക്കെ വരും അതിനകത്ത്. അങ്ങനെ ഉണ്ടായാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇതിനെ ഹൻഡ് ചെയ്യുന്നതിന്, വേട്ടയാടുന്നതിന് ഉള്ള അനുവാദം കൊടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. പക്ഷേ അന്നേരം ഒരു ക്രോസുണ്ട്. അതിനെ ബന്ധവസിലാക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ മയക്കി എടുക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ കൊല്ലാൻ പാടില്ല, അതിനെ വേട്ടയാടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ആനയാണ്, അതിനെ ട്രാങ്കുലൈസ് ചെയ്യാൻ സാധിക്കുമല്ലോ, മൈക്കോടി വെച്ചാൽ മതി. അതിനെ പിടിച്ച് പിന്നെ കുഴി ഉപയോഗിച്ച് നമുക്ക് വേണേൽ പിടിക്കാമല്ലോ, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലോക്കേറ്റ്. അപ്പം അങ്ങനെ ഒരു ക്രോസ് ഉള്ളിടത്തോളം കാലം ഈ മൃഗങ്ങളെ വേട്ടയാടാൻ വൈൽഡ് ലൈഫ് പറയാൻ ഒക്കില്ല. ഇതൊന്നും നടക്കുകയില്ല. ഇതിനെ പിടിക്കാനും പറ്റുകയില്ല, ട്രാങ്കുലൈസ് ചെയ്യാനും പറ്റില്ല, റീലൊക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. മനുഷ്യജീവൻ അപകടമാണ്. അല്ലെ ഈ ജീവിക്ക് തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഡിസീസ്ഡ് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അതിനെ പിടിക്കാം. ഇനി അങ്ങനെ ഒരു മൃഗത്തെ പിടിച്ചാൽ അതിനെ ക്യാപ്റ്റീവായി സൂക്ഷിക്കുന്നതിന് അവർക്ക് അവകാശമില്ല. കൂട്ടുകാർക്കെന്നേക്കുമായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞില്ല. അതിനെ ലൊക്കേറ്റ് ചെയ്യണം, റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ അത് പ്രായോഗികമായിട്ട് ഒരിക്കലും നടക്കാത്ത ഒരു രീതിയാണ്. ഇനി ഓട്ടെ, ഷെഡ്യൂൾ 2 ആൻഡ് 3യിൽപ്പെട്ട കാട്ടുപന്നിയുള്ള മൃഗങ്ങളെ പോലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വേണമെന്നുണ്ടെങ്കിൽ കാട്ടുപന്നി കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും അതിനെ വളർച്ച നിരോധിക്കുന്നതിന് ആവശ്യമായി കൊല്ലാനും ഹൻഡ് ചെയ്യാനും ഒക്കെയുള്ള അനുവാദം കൊടുക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്റ്റാണ് ഈ പറയുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഈ പന്നിയൊക്കെ വെടിവെക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ശരിയല്ലല്ലോ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യ ഒട്ടാകെ ബാധകമായ നിയമമാണെങ്കിൽ കൂടി ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ആളെ നിയമിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ശമ്പളം വരെ കൊടുക്കുന്നത്. ആ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ അവകാശമില്ലേ? ഇത്തരത്തിലെ പന്നിക്കൂട്ടങ്ങൾ കൃഷി നശിപ്പിക്കുന്നത്, അതിന് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുക, അതിന് കൊല്ലാനുള്ള അനുവാദം കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ രക്ഷ നേടാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് തന്നെ അതിനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് നമ്മളെങ്ങനെ പ്രയോഗിക്കുന്നു, നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്.
കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1977 കാലഘട്ടത്തിൽ കുട്ടമ്പുഴ ഏറിയയിൽ അന്ന് കുട്ടമ്പുഴ കൂടുതൽ സ്ഥലവും ഈ കല്ലേലിമേട്, പൂജംകുട്ടി മുതലായ വനപ്രദേശങ്ങളുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. മനുഷ്യർ കുറവും മൃഗങ്ങൾ കൂടുതലുമാണ്. എന്നാൽ അന്ന് അവിടെ കുടിയേറി പാർത്ത ജനങ്ങൾക്ക് ഈ ആനയെ കൊണ്ടൊരു കൃഷിയൊന്നും ചെയ്യാൻ മേലാത്തൊരു അവസ്ഥ. അവരെന്ത് ചെയ്തു? ഉപ്പുചാക്കനകത്ത് കുറേ വിഷം കൊണ്ടുവച്ചു. നിർഭാഗ്യം എന്ന് വെച്ചിട്ട് ആനക്കുഞ്ഞുങ്ങളും ഒക്കെ ഒത്തിരി കണ്ടും ഇല്ലാതെയായി. പക്ഷേ അവർ പറയുന്നത് അങ്ങനെ ജനങ്ങൾ ഒത്തുകൂടി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് പിന്നീട് ആനശല്യം കുറയുകയും അവിടെയൊക്കെ ധാരാളം കൃഷി ചെയ്യാൻ മനുഷ്യന് സാധിച്ചു എന്ന് വെച്ച് നമ്മൾ പറയുന്ന അങ്ങനെ മൃഗങ്ങളെ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുകയോ കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് തികച്ചും കുറ്റകരമാണെന്ന് പാടില്ല എന്നുള്ളതും ശരിയാണ്. നമ്മുടെ നിയമം പറയുന്നത് ഒരു മൃഗത്തെ വേട്ടയാടുന്ന ഹന്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തത്, അതായത് വധം വധിച്ചത് മാത്രമല്ല വധോദ്യമവും മതത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ഒരു മനുഷ്യനെ കൊന്നാലുണ്ടാകാവുന്ന ശിക്ഷയേക്കാൾ കുറവാണ് വധോദ്യമം. എന്നാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് കൊല്ലുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഒരേ തരത്തിലുള്ള കുറ്റമാണ്. ഒരു കുരങ്ങ് നമ്മളെ കല്ലെടുത്തെറിയുക കുറ്റകരമായി കഴിഞ്ഞു. 5 വർഷം മുതൽ 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റകരമാണ്. എന്തിനാ? ഒരു ഓണ്ട് കാമലിയോൺ അതിനെ നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞു, 3 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് തീർച്ചയായിട്ടും ഇത് കുറ്റകരമാണെങ്കിൽ കൂടി ആ നിയമത്തിലുണ്ടല്ലോ നമുക്ക് സ്വയരക്ഷാർത്ഥം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, മൃഗങ്ങളെ അകറ്റി നിർത്താൻ എന്ത് സാധിക്കും. സ്ഥിരമായി ഒരു വീട്ടിൽ വന്ന് മതിലിടിക്കുക, മനുഷ്യനെ ഓടി രക്ഷപ്പെടുക. അപ്പോൾ അതിനെ രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് അവകാശമുണ്ടല്ലോ, അത് പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാലേ തീർത്തുള്ളൂ. സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ മനുഷ്യജീവന് അപകടം പറ്റിയാൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക്. ഇപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്ത് 15 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മനുഷ്യജീവൻ രക്ഷപ്പെടുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നഷ്ടം ഉണ്ടായാൽ അതിനും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ ഇതിനെതിരെ ബോധവാന്മാരാകുക, അവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക, അവരുടെ അവകാശങ്ങൾ സ്വയം നേടിയെടുക്കുന്നതിന് സ്വയമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അവനോൻ ചിന്തിക്കുക. അവനവനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനോൻ തന്നെ ഓരോ പ്രവൃത്തി ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ ഒരു പരിഹാരമുണ്ടാവും. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പരിഹാരം നോക്കി നിന്നാൽ ഇതിന് ഉടനടിയും പരിഹാരം ഉണ്ടാവും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ബോർഡ് തന്നെ വൈൽഡ് ലൈഫിനെ മാനേജ് ചെയ്യുന്നതിന് നമ്മുടെ രാജ്യത്ത് ഒരു പദ്ധതിയും രൂപീകരിച്ച് കാണുന്നില്ല. എന്നാൽ നമ്മൾ അതിന് വിദേശ രാജ്യങ്ങളെ സത്യത്തിൽ മാതൃകയാക്കേണ്ടതായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഓസ്ട്രേലിയയിലെ അവരുടെ നാഷണൽ ആനിമലാണ് കങ്കാരു എന്ന് പറയുന്നത്. പക്ഷേ കങ്കാരു ധാരാളമായി പെറ്റുപെരുകയും അതിനെക്കൊണ്ട് ശല്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരുമ്പം കങ്കാരുവിനെ വേട്ടയാടുന്നതിന് ഗവൺമെൻറ് തന്നെ ഒരു അവകാശം കൊടുക്കും. ഒരു നിശ്ചിത കാലയളവിൽ അതിനെ വേട്ടയാടുന്നതിനുള്ള അവകാശം കൊടുക്കുകയും അതിനെ വേട്ടയാടി അതിൻ്റെ എണ്ണം ക്രമീകരിച്ച് നിർത്തുന്നതിനുള്ള ഒരു അവസ്ഥ. അതാണ് വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ സിംഹമായി ആഫ്രിക്കയിലാണെങ്കിൽ ആന പെറ്റുപെരുകുമ്പോൾ ആനയെ ഹന്റ് ചെയ്യുന്നതിനുള്ള അവകാശം കൊടുക്കുക. അങ്ങനെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു അവകാശം കൊടുക്കുക. ഒരു നിശ്ചിത കാലയളവിലേക്ക് അവകാശം കൊടുക്കുമ്പോൾ ആ വന്യമൃഗങ്ങളുടെ എണ്ണത്തെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കറിയാം അവിടെ ഒരു പുലിയുണ്ട്, ആ പുലിക്ക് ആവശ്യമായ മൃഗങ്ങളില്ല, നാട്ടിലിറങ്ങും അതിനെ ആക്രമിക്കും. പുലിയുടെ എണ്ണം ധാരാളം പെറ്റുവരുന്നു. ഗവൺമെൻറ് മാനേജ്മെൻറ്റിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, സ്ഥിതി വളരെ മോശമായി ചെയ്യുകയില്ല. അപ്പം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഈ വൈൽഡ് ലൈഫിനെ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായ ഉള്ള വകുപ്പുകളും ചട്ടങ്ങളും തീർച്ചയായിട്ടും രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ്